ഐതിഹ്യമാല അധ്യായം 7. തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും. പ്രസിദ്ധനായ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലയാളത്തിലാണ്. ഇദ്ദേഹം നല്ല വ്യുക്തനും ജ്യോതിശാസ്ത്ര പരാംഗതനുമായിരുന്നു. ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിന് ഒരു വിശേഷ വാസന ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായി വേദോദ്ധ്യാനം ചെയ്ത് താമസിക്കുന്ന കാലത്ത് അന്യാധ്യായ ദിവസങ്ങളിൽ തൻ്റെ സഹപാഠികളും ഒന്നിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ നുഴമ്പോക്കുകൾ കാണിക്കുന്ന ശേഖരത്തിൽ ഇദ്ദേഹം പ്രശ്നം വെച്ച് ബലം പറയുകയാണ് പതിവ്. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഓതിക്കോൻ പുറത്തെവിടെയോ പോയിരുന്ന ദിവസം ബ്രാഹ്മണ കുട്ടികൾ എല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി. ഭട്ടതിരി കവടിക്ക് പകരം കുറെ ചെറിയ പാറക്കല്ലുകൾ പെറുക്കിയെടുത്ത് പ്രശ്നം വെക്കുവാനും തുടങ്ങി. അപ്പോഴേക്കും ശേഷം എല്ലാവരും പ്രശ്നം കേൾക്കുവാനായി ചുറ്റും ചെന്നുകൂടി. അപ്പോൾ ഒരു ഉണ്ണി നമ്പൂരി ആവട്ടെ, നമ്മുടെ ഓതിക്കോന് ഉണ്ണി ഉണ്ടാകാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് വാരി വെച്ച് നോക്കുവാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി പ്രശ്നം വയ്ക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ബാലശാപം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ അതിന് പ്രതിവിധി എന്താണെന്ന് അറിഞ്ഞുകൊള്ളാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ഭട്ടതിരി ഒന്നുകൂടി വാരി വെച്ച് വിചാരിച്ചിട്ട് പഞ്ചസാര പായസമുണ്ടാക്കി ഒരു സൽവത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുകയും മേലാൽ കുട്ടികളെ അടിക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ണിയുണ്ടാകുമെന്ന് പറഞ്ഞു. ഭട്ടതിരിയുടെ പ്രശ്നം ആരംഭിച്ചപ്പോഴേക്കും ഓതിക്കോൻ നമ്പൂതിരി തിരിച്ചു വന്നു. ഇവരുടെ കളി എന്തെല്ലാമാണെന്ന് അറിയുന്നതിനായി ഒളിച്ചു നിന്നിരുന്നതിനാൽ പ്രശ്നവും പ്രതിവിധിയുമെല്ലാം കേട്ട് മനസ്സിലാക്കി. പിന്നെയും അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോയി. ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും എല്ലാവരും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വന്നു. ഓതിക്കോൻ നമ്പൂതിരി വരുന്നത് കണ്ട് എല്ലാവരും കളി നിർത്തി. അവരവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിപ്പായി. ഓതിക്കോൻ നമ്പൂതിരി പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയും പറയുകയും ചെയ്തില്ല. എങ്കിലും അദ്ദേഹം കുട്ടികളെ കഠിനമായി അടിക്കാറുള്ളതിനാൽ ഭട്ടതിരിയുടെ പ്രശ്നം വാസ്തവമായിരിക്കുമോ എന്ന സംശയം തോന്നുകയാൽ പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസം ഉണ്ടാക്കി തൻ്റെ ശിഷ്യന്മാരായ ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി. കുട്ടികളെ അടിക്കാതിരിക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും ഓതിക്കോൻ നമ്പൂരിക്ക് ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാൽ ഭട്ടതിരിയെ വിളിച്ച്, ഉണ്ണി, നീ ജ്യോതിശാസ്ത്രം പഠിക്കണം, നീ നല്ല പ്രശ്നക്കാരനായി തീരുമെന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു. ഗുരുനാഥന്റെ ഈ അനുഗ്രഹത്തെ സബലീകരിക്കണമെന്ന് വിചാരിച്ച് ഭട്ടതിരി വേദോദ്ധ്യാനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കുവാൻ ആരംഭിച്ചു. അതോടുകൂടി കാവ്യ നാടാലങ്കാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും അഭ്യസിച്ചു തുടങ്ങി. സമവർത്താനം കഴിഞ്ഞ് ഏകദേശം യൗവന പ്രായമായപ്പോഴേക്കും ഭട്ടതിരി അതിവിദ്വാനും ഒരു നല്ല ജ്യോത്സ്യനുമായി തീർന്നു. തദനന്തരം ഭട്ടതിരി വിവാഹം ചെയ്ത് ഗൃഹസ്ഥനായി താമസിക്കുന്ന കാലത്ത് ഒരു പുത്രനുണ്ടായി. പുത്രന്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഗണിച്ചു എഴുതിയെങ്കിലും ആയുർബലം വളരെയുള്ളതായി കാണപ്പെടുകയും ചെയ്തു. എങ്കിലും ആണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ ആ ശിശു മരിച്ചുപോയി. അപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനമുണ്ടായി. അതുമാത്രമല്ല, ജ്യോതിഷശാസ്ത്രം അപ്പോൾ വിശ്വാസയോഗ്യമല്ലായിരിക്കുമോ എന്നൊരു ശങ്കയും ജനിച്ചു. ഉടനെ ഈ സംശയം തീർക്കുവാനായി മൃതജാതകവും കൊണ്ട് പരദേശത്തേക്ക് തഞ്ചന്നൂരിൽ ആൾവാർ എന്ന് പ്രസിദ്ധനായ മഹാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഭട്ടതിരി അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആഗമനം ആൾവാർക്ക് മനസ്സിലാകുകയാൽ തന്റെ ശിഷ്യരോട്, ഒരു മൃതജാതകവും കൊണ്ട് ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും. അദ്ദേഹം വന്നാൽ ആ മൃതജാതകം പുറത്തു വെച്ചും ഇവിടെ വെച്ച് കയറിയിരിക്കുവാൻ പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് നിത്യകർമാനുഷ്ഠാനികൾക്കായി പോയി. ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഗുരുനാഥന്റെ കൽപ്പന ശിഷ്യർ ഭട്ടതിരിയെ അറിയിക്കുകയും ആൾവാരുടെ യോഗ്യതയാൽ വിസ്മയകുലനായ ഭട്ടതിരി മൃതജാതകം ദൂരെ കളഞ്ഞ് ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു. തമ്മിൽ സംസാരിച്ച ഭട്ടതിരിക്കുണ്ടായ സംശയം തീർന്നു. ജ്യോതിഷശാസ്ത്രം ഒരിക്കലും അബദ്ധമായി വരുന്നതല്ലെന്നും ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടദേവതയെ ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലായിരുന്നതിനാൽ അതിന്റെ ഫലം ശരിയായി കണ്ടില്ലെന്നും അങ്ങനെയൊക്കെ വരാമേ ഉള്ളൂ എന്നൊക്കെ ആൾവാർ പറയുകയാൽ താൻ എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ദേവോപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി ഭട്ടതിരി തിരിച്ചു പോവുകയും ചെയ്തു. ഭട്ടതിരി തിരിച്ചു വരും വഴി തന്നെ തൃശ്ശൂർപേരൂർ വന്ന് വടക്കംനാഥനെ ഭജിച്ചും കൊണ്ട് ഒരു വിശിഷ്ട മന്ത്രം അക്ഷരസംഖ്യം കഴിച്ച് താമസിച്ചു. അക്കാലത്ത് അവിടെ ദേവനെ ചാർത്തിയിരുന്ന ഒരു തൃക്കണ്ണ് മോഷണം പോവുകയും അനേകം പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കുകയും ചെയ്തു. പ്രശ്നക്കാർ മോഷ്ടാവിന്റെ നിറം കറുത്തതാണെന്നും നാമാക്ഷരങ്ങൾ
രണ്ട് മാത്രമേ ഉള്ളൂ എന്നും അവയിൽ ആദ്യത്തേത് ക എന്നും രണ്ടാമത്തേത് ഇക്ക എന്നും ആണെന്നും പറഞ്ഞു. അതിനാൽ ക്ഷേത്ര സമ്പതികളിൽ ഒരുവനും കറുമ്പനുമായ കാക്കു എന്നൊരുവനെ പിടികൂടി ബന്ധനത്തിലാക്കി. ദിവസം തോറും ഓരോ വിധത്തിൽ ഹോമദണ്ഡുകൾ ചെയ്തു തുടങ്ങി. എങ്കിലും യാതൊരു തെളിവും ഉണ്ടായില്ല. ഭട്ടതിരി ഭജനം കഴിയല്ലാതെ പ്രശ്നം വെക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നതിനും അക്കാലത്ത് മൗനവ്രതമായിരുന്നത് കൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുന്നതിന് തരമില്ലായിരുന്നു. ഭജനം കാലം കൂടിയതിന്റെ ശേഷം ഭട്ടതിരിയെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുകയും തൃക്കണ്ണ് കൊണ്ടുപോയത് ഒരു കാക്കയാണെന്നും വടക്കുമാറി തെങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നും വിധിക്കുകയും അപ്രകാരം മോക്ഷണദ്രവ്യം കിട്ടുകയും ചെയ്തു. അതിനാൽ കൊച്ചി മഹാരാജാവ് സന്തോഷിച്ച് ഭട്ടതിരിക്ക് അനേകം ബിരുദങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അതിന്റെ ശേഷം ഭട്ടതിരി തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ സന്നിധിയിലും പല പ്രശ്നങ്ങൾ പറയുകയും ജാതകങ്ങൾ എഴുതി കൊടുക്കുകയും എല്ലാം ശരിയായി ഒത്തുവരികയാൽ അനേകം സമ്മാനങ്ങൾ വാങ്ങുകയും ഉണ്ടായി. ഭട്ടതിരി തിരുവനന്തപുരത്ത് ചെന്ന് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയോട് പറഞ്ഞു, ഞാൻ നാളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുവാൻ പോകുമ്പോൾ മതിൽക്കകത്തേക്ക് കടക്കുന്നത് എതിലേക്കൂടെയായിരിക്കും എന്ന് കൽപ്പിച്ചു നോക്കൂ. അതിന് മറുപടിയായി ഭട്ടതിരി, അതെനിക്കറിയാം, എങ്കിലും ഇപ്പോൾ തിരുമനസ്സാർ അറിയുന്നില്ല എന്ന് പറഞ്ഞു. നാളെ എഴുന്നള്ളുന്ന സമയം എനിക്കറിയാമെന്ന് ഞാൻ ഇപ്പോൾ അറിയിച്ചത് വാസ്തവമാണെന്ന് അവിടേക്ക് ബോധപ്പെടും എന്ന് തിരുമനസിനെ അറിയിച്ചു. തിരുമനസ് പതിവായി മതിൽക്കകത്തേക്ക് എഴുന്നള്ളുക കിഴക്കേ ഗോപുരത്തിൽ കൂടിയായിരുന്നു. മേൽപ്പറഞ്ഞ പ്രകാരം സംഭാഷണം നടന്നതിന്റെ പിറ്റേ ദിവസം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളി കിഴക്കേ ഗോപുരത്തിന്റെ തെക്കുവശത്തായി എഴുന്നള്ളി നിന്നുകൊണ്ട്, ഇന്ന് ഞാൻ ഇതിലെയാണ് മതിൽക്കകത്തേക്ക് പോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്, ഇവിടെ മതിൽ വെട്ടിപ്പൊളിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഉടനെ മഴുവും തൂമ്പയും എല്ലാം കൊണ്ട് വേലക്കാരെത്തി മതിൽ വെട്ടിപ്പൊളിച്ചു തുടങ്ങി. മതിലിന്റെ കല്ലുകൾ കുറെ പൊളിച്ചപ്പോൾ ഒരു കല്ലിന്റെ ഇടയിൽ ഒരു ഓലത്തണ്ട്. ഉടനെ അതെന്താണ് കാണട്ടെ എന്ന് കൽപ്പിച്ചു. കൂടെയുണ്ടായിരുന്ന ഹരികാരൻ ഓല കഷ്ണമെടുത്ത് തൃക്കൈയിൽ കൊടുത്തു. തിരുമനസ് കണ്ട് വഴി വന്ന് നോക്കിയപ്പോൾ അതിൽ ഭട്ടതിരി സ്വന്തം കൈയക്ഷരത്തിൽ ഇതിലെ എഴുന്നള്ളും എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടു. തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ച് വിസ്മയിക്കുകയും ചെയ്തു. ഭട്ടതിരി അപ്പോൾ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ തിരുമനസിനെ കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ വീരശൃംഖല വരുത്തി ഭട്ടതിരിയുടെ രണ്ട് കൈയിന്മേലും ഇടിവെപ്പിച്ചു. അതിനുശേഷം അതിലെ തന്നെ മതിലേക്കകത്തേക്ക് എഴുന്നള്ളുകയും ഇനി ഇവിടം കെട്ടിയടയ്ക്കേണ്ട, ഭട്ടതിരിയുടെ സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിൽ വെക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അവിടെ ഒരു വാതിൽ വെക്കുകയും ചെയ്തു. ഇപ്പോൾ ചെമ്പകത്തിൻമൂട്ടിൽ നട എന്ന് പറഞ്ഞു വരുന്ന വാതിൽ ഇപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. മഹാരാജാക്കന്മാർ മതിൽക്കകത്തേക്ക് ഇപ്പോഴും അതിലെയാണ് എഴുന്നള്ളുക പതിവ്. ഇങ്ങനെ പല കാരണവശാൽ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിക്ക് പല സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്രകാരം തന്നെ കോഴിക്കോട് ചിറക്കൽ മുതലായ രാജസന്നിധിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾക്ക് സംഖ്യയില്ല. കിംബുഹന കാലക്രമേണ ഭട്ടതിരി ജാതകം എഴുതിക്കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ട് വിശ്വവിശ്രുതനായി തീർന്നു. ഭട്ടതിരിയുടെയും പ്രസിദ്ധനായ വില്വാമംഗലത്ത് സ്വാമിയാരുടെയും ജീവിതകാലം ഒന്നായിരുന്നു എന്നാണ് സൂക്ഷ്മാന്വേഷികളായിട്ടുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമിയുടെ ജീവിതകാലം കൊല്ലവർഷം 350-നും 450-നും മധ്യയായിരുന്നു. ഭട്ടതിരി പറഞ്ഞിട്ടുള്ളതായി ഇങ്ങനെ കേട്ടിട്ടുണ്ട്: രക്ഷയിൽ ഗോവിന്ദൻ മർക്ക എന്നുള്ളത് കലിസംഖ്യ ഈ കാലത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ടും മേൽപ്പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണെന്ന് തന്നെ ഊഹിക്കാം. ഈ സംഗതിയെ ബലപ്പെടുത്തുന്നതായി ഒരു കഥ കേട്ടിട്ടുള്ളത് കൂടി ഇവിടെ പറയാം. വില്വാമംഗലത്ത് സ്വാമിയാർക്ക് അതികഠിനമായ ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ ദുസ്സഹത്വം നിമിത്തം ഇതിനെന്തു വേണ്ടു എന്ന് ശ്രീകൃഷ്ണ സ്വാമിയുടെ അടുക്കൽ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മറുപടി അരുളി ചെയ്തില്ല. സ്വാമിയാർക്ക് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായെന്ന് പ്രസിദ്ധമാണല്ലോ. അതിനാൽ സ്വാമിയാർ തന്റെ പ്രിയ വയ്യസ്സനും ദക്ഷിണാമൂർത്തി ഭക്തനുമായ ശിവാങ്ങൾ എന്ന യോഗീശ്വരനോട് ഈ വിവരം പറഞ്ഞു. ആ യോഗീശ്വരൻ ഒരു സിന്ദൂരം കൊടുക്കുകയും സ്വാമിയാർ അത് വാങ്ങി സേവിക്കുകയും ഉദരവ്യാധി ശമിക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം സ്വാമിയാർ തന്റെ ദീനം ഭേദമായ വിവരം ശ്രീകൃഷ്ണസ്വാമി പ്രത്യക്ഷമായപ്പോൾ അറിയിച്ചു. അപ്പോൾ ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്, അത് 3 ജന്മം കൂടെ അധികമാക്കി തീർത്തു എന്ന് ഭഗവാൻ അരുളി ചെയ്ത ഉടനെ മറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ സ്വാമിയാർക്ക് വളരെ വ്യസനമായി. ഇനിയത്തെ വിധിയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം താൻ ആരായി തീരുമെന്നറിയുവാൻ ഉടനെ തന്നെ തലക്കുളത്തൂർ ഭട്ടതിരിയെ വിളിച്ച് വിചാരിപ്പിച്ചു. അപ്പോൾ ഭട്ടതിരി, ഇനി അവിടേക്ക് ചേരപ്പാമ്പ്, കാള, തുളസി ഇങ്ങനെയൊന്ന് 3 ജന്മങ്ങളാണ് ഉള്ളത്. ആ 3 ജന്മങ്ങളിലും മനുഷ്യനായിട്ടും ഞാനും ജനിക്കും.
അവിടേക്ക് അന്ന് ഓരോ ആപത്തുകൾ സംഭവിക്കുകയും അപ്പോൾ രക്ഷിക്കുന്നതിന് ഞാൻ അടുക്കൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. തുളസിയായിട്ടാണ് മൂന്നാമത്തെ ജന്മത്തിൽ അവിടേക്ക് സായുജ്യം കിട്ടുകയും ചെയ്യും. പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു. ഭട്ടതിരി പറഞ്ഞതുപോലെ സ്വാമിയാർക്ക് പിന്നീട് 3 ജന്മങ്ങൾ കൂടി ഉണ്ടായി എന്നും അപ്പോൾ എല്ലാ മനുഷ്യ ജന്മത്തോടും കൂടി ഭട്ടതിരിയും ഉണ്ടായിരുന്നു എന്നും കേട്ടിരിക്കുന്നു. സ്വാമിയാര് 3ാമത്തെ ജന്മത്തിൽ തുളസിയായിട്ട് ജനിച്ചത് ഒരു വിഷ്ണുക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ നിന്ന് തീർത്ഥം ഒലിച്ചു വീഴുന്ന ഓവിങ്കിലായിരുന്നു. ഒരു ദിവസം ശാന്തിക്കാരൻ കുളിച്ചു വന്ന് അഭിഷേകം കഴിഞ്ഞ് ചന്ദനവും ചാവവും ചാർത്തി ഭാവിച്ചപ്പോൾ തുളസി കാണായികയാൽ തിരുമുറ്റത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഓവിങ്കൽ ഏറ്റവും ചെറുതായി ഒരു തുളസി നിൽക്കുന്നത് കണ്ട് അതിൻ്റെ ഒരിലെടുക്കുവാനായി ചെന്ന് പറിച്ചപ്പോൾ അത് വേരോടുകൂടി പറഞ്ഞു പോന്നു. അത് കണ്ട് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ അത് മുഴുവനും ബിംബത്തിൽ ചാർത്തിയേക്കണം എന്ന് പറയുകയും ശാന്തിക്കാരൻ അപ്രകാരം ചെയ്യുകയും ആ തുളസി ബിംബത്തോടുകൂടി ചേർന്നു പോവുകയും ചെയ്തു. ആ തുളസി സ്വാമിയാരായിരുന്നുവെന്നും ജപിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണൻ ഭട്ടതിരി ആയിരുന്നുവെന്നും പറയേണ്ടതില്ലല്ലോ. ജന്മാന്തരങ്ങളെക്കുറിച്ച് ഭട്ടതിരി പറഞ്ഞത് കേട്ടപ്പോൾ സ്വാമിമാരുടെ മനസ്സിലെ വ്യസനം അല്പം ശാന്തമായി. ഭട്ടതിരിയെ യഥാക്രമം ബഹുമാനിച്ച് സ്വഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജാതകം തന്നെ സ്വയമേവ ഒന്ന് ഗണിച്ചു നോക്കണമെന്ന് നിശ്ചയിച്ച് ഗണിച്ചു നോക്കിയപ്പോൾ ഇന്നിപ്പോൾ തനിക്ക് ജാതിഭ്രംശം സംഭവിക്കുമെന്ന് കണ്ടു. ജാതകമെല്ലാം എഴുതി കുറ്റം തീർത്ത് സൂക്ഷിച്ചു വെച്ചുവെങ്കിലും തനിക്ക് വരുവാനിരിക്കുന്ന അധംപതനത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. അതിൻ്റെ ശേഷം കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും ദരിദ്രനും സമീപസ്ഥനുമായ ഒരു ബ്രാഹ്മണൻ ദരിദ്ര ദുഃഖം സഹിക്കവയ്യാതെയായിട്ട് ഭട്ടതിരിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഹേയ്, അവിടുന്ന് പലരോടും പല സംഗതികൾക്കും പ്രശ്നം പറയുന്നുണ്ടല്ലോ, ഒന്നും തെറ്റൊന്നുമില്ല. എന്നാൽ എനിക്ക് ഈ ദാരിദ്ര്യ ദുഃഖം തീർന്ന് ഒരു ദിവസമെങ്കിലും ജീവിച്ചിരിക്കുവാൻ സംഗതി വരുമോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ഇതിലധികം വലിയേണ്ടതില്ല. ഇപ്രകാരം ആ ബ്രാഹ്മണൻ വാക്ക് കേട്ട് ആർദ്ര മനസ്സായ ഭാവിച്ച ഭട്ടതിരി കുറച്ചു നേരം കണ്ണടച്ച് വിചാരിച്ചതിൻ്റെ ശേഷം പറഞ്ഞു, അങ്ങോട്ടും വ്യസനിക്കേണ്ട കാര്യമില്ല. അങ്ങയുടെ ദാരിദ്ര്യം അശേഷം തിന്നതിനുള്ള കാലം അടുത്തിരിക്കുന്നു. ഞാനൊരു ഉപായം പറഞ്ഞു തരാം, അതുപോലെ പ്രവർത്തിച്ചാൽ മതി. എന്തെന്നാൽ ഈ വരുന്ന ദ്വാദശിനേക്കാൾ അർദ്ധരാത്രിയാകുമ്പോൾ തൃശ്ശൂർപേരൂർ വടക്കുനാഥന്റെ ക്ഷേത്രത്തിൽ വടക്കേ ഗോപുരത്തെങ്കിൽ പോയി നിൽക്കണം. അപ്പോൾ അതിലെ 2 ബ്രാഹ്മണന്മാർ വരും. അവിടെ പിന്നാലെ കൂടിക്കൊള്ളണം. എന്തു പറഞ്ഞാലും ഒഴിഞ്ഞു പോകരുത്. അവർ അങ്ങേ കബളിപ്പിച്ചു പോകുവാൻ കഴിയുന്നത്ര ശ്രമിക്കും, എങ്കിലും വിട്ടുപിരിയരുത്. അവർ പോകുന്നിടത്തേക്ക് അങ്ങേയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊള്ളണം. ഈ കൗശലം പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പറയുകയും വരുത്. ഇപ്രകാരം ചെയ്താൽ അങ്ങയുടെ ഈ ദാരിദ്ര്യ ദുഃഖം അശേഷം തീർന്ന് സുഖമായിട്ടിരിക്കാൻ സംഗതി വരും. ഇങ്ങനെ ഭട്ടതിരി പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് വളരെ സന്തോഷവുമുണ്ടായി. ഭട്ടതിരിയുടെ പ്രശ്നം ഒരിക്കൽ പോലും ആർക്കും തെറ്റാറില്ലാത്തതിനാൽ കാര്യം സഫലമാകുമെന്ന് ബ്രാഹ്മണൻ നല്ലതുപോലെ വിശ്വസിച്ചു. എന്നാൽ ഇനി പോയിട്ട് വന്ന് കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോവുകയും ചെയ്തു. ഭട്ടതിരി പറഞ്ഞതുപോലെ ദ്വാദശി നാൾ അർദ്ധരാത്രിക്ക് മുമ്പേ ബ്രാഹ്മണർ തൃശ്ശൂരിന്റെ വടക്കേ ഗോപുരത്തിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതിലെ തേജോമയന്മാരായ 2 ബ്രാഹ്മണർ അതിലെ കടന്നു പോകുന്നതായി കണ്ട് അവരുടെ പിന്നാലെ ചെന്നു. അവർ ഇദ്ദേഹത്തെ വിട്ടുപിരിയുന്നതിനായി പല വിധത്തിലും ഉപായങ്ങൾ പയറ്റി നോക്കി. ഒന്നും ഭരിക്കുന്നില്ലെന്ന് തീർച്ചയായപ്പോൾ അവർ ചോദിച്ചു, ഹേ, അങ്ങ് എവിടേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ബ്രാഹ്മണർ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ബ്രാഹ്മണർ, നിങ്ങൾ ബദരി ആശ്രമത്തെങ്കിലേക്കാണോ? ബ്രാഹ്മണൻ പറഞ്ഞു, എന്നാൽ ഞാനും അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്നാൽ അത് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടോ? ബ്രാഹ്മണൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൃപയുണ്ടായി എന്നെ കൂടെ കൊണ്ടുപോകണം. ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കാണുമെന്ന് അങ്ങോട്ട് പറഞ്ഞത് ആരാണ്? ബ്രാഹ്മണൻ പറഞ്ഞു, അത് ഞാൻ പറയുകയില്ല. നിങ്ങൾ അതിനായി എന്നോട് നിർബന്ധിക്കരുത്. ഇപ്രകാരം ആ ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ മറ്റേ ബ്രാഹ്മണൻ കുറച്ചു നേരം വിചാരിച്ചിട്ട് പറഞ്ഞു, ആട്ടെ, കാര്യമൊക്കെ മനസ്സിലായി. അങ്ങയ്ക്ക് ഈ കൗശലം ഉപദേശിച്ചു തന്ന ആൾക്ക് അധംപതനം വന്നു പോകട്ടെ. നേരിട്ട് കണ്ടു പോയതുകൊണ്ട് ഇനി അങ്ങയെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകുവാൻ നിവൃത്തിയില്ല. അതിനാൽ കൊണ്ടുപോകാം. കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെ തൊട്ടോളണം. ഇങ്ങനെ ബ്രാഹ്മണരുടെ വാക്ക് കേട്ടയുടനെ ആ ബ്രാഹ്മണൻ അപ്രകാരം ചെയ്തു. മാത്ര നേരം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നപ്പോൾ 3 പേരും ബദ്രിയാശ്രമത്ത് ഒരു ഗൃഹത്തിലെത്തിയിരിക്കുന്നു. ഉടനെ ആ ദിവ്യന്മാരായ ബ്രാഹ്മണർ പറഞ്ഞു, ഇതാ ഈ ഗൃഹത്തിനകത്ത് ഒരാൾ മരിക്കാറായി ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങയുടെ അപ്പനാണ്. അങ്ങയുടെ ഒരു അപ്പൻ കാശിക്ക് പോയത് ഓർക്കുന്നുണ്ടോ? അദ്ദേഹം തന്നെയാണിത്. അദ്ദേഹം പോയിട്ടുള്ളതായി നിങ്ങൾ ഓർക്കുന്നില്ലേ? അദ്ദേഹം ഗംഗാസ്നാനം കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്.
ഇപ്പോൾ അദ്ദേഹത്തിന് മരണസമയം അടുത്തിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകുവാനായി വന്ന വിഷ്ണുദൂതന്മാരാണ്. അരനാഴികയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനു മുമ്പേ കാണണമെങ്കിൽ കണ്ടുകൊള്ളുക. ഇങ്ങനെ ആ ബ്രാഹ്മണ വേഷം ധരിച്ചിരുന്ന വിഷ്ണുദൂതന്മാരുടെ വാക്ക് കേട്ട് ബ്രാഹ്മണൻ അകത്ത് കടന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞതുപോലെ തൻ്റെ അപ്പൻ ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു. മരിക്കാറായി കിടക്കുന്ന ബ്രാഹ്മണന് ബോധം കിട്ടായില്ലായിരുന്നതിനാൽ തൻ്റെ പുത്രനെ കണ്ടപ്പോൾ ആളറിയുകയും ചെയ്തു. ഏകാഗിയായി പരദേശത്ത് താമസിക്കുന്ന ഒരാൾ അത്യന്തം അവശതയിൽ കിടക്കുന്ന സമയം തൻ്റെ അടുത്ത അവകാശിയായ ഒരാളെ വിചാരിക്കാതെ പെട്ടെന്ന് കാണുവാൻ സംഗതിയായാൽ അങ്ങനെ ഉണ്ടാകുന്ന സന്തോഷത്തിന് അളവില്ലാത്തതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ വൃദ്ധബ്രാഹ്മണൻ തൻ്റെ ഭൃത്തുപുത്രനെ കണ്ടയുടനെ താൻ വളരെ കാലമായി സംഖ്യയില്ലാതെ സമ്പാദിച്ച ജാലികകളാക്കി കെട്ടിവെച്ച് പൂട്ടിയിരുന്ന പെട്ടിയുടെ താക്കോൽ തലയിണയുടെ താഴെ വെച്ചിരുന്നതിൻ്റെ കയ്യിൽ കൊടുത്തു. ഉടനെ പ്രാണനും പോയി. ബ്രാഹ്മണൻ അപ്പൻ്റെ സംസ്കാരം മുതലായവ യഥാക്രമം കഴിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ അപരിചിതമായ ദ്രവ്യവും കൊണ്ട് തൻ്റെ ഗൃഹത്തിൽ വന്നു ചേർന്നു. ഉടനെ ഭട്ടതിരിയെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. വിഷ്ണുദൂതന്മാർ അധംപതനം വന്ന് പോകട്ടെ എന്ന് തന്നെ ശപിച്ചു എന്ന് കേട്ടപ്പോൾ ഭട്ടതിരി അത്രയേ ഉള്ളോ, അത് ഞാൻ മുമ്പ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. താൻ എഴുതി വെച്ചിരിക്കുന്ന ജാതകന്മാരുടെ അടുത്ത് ബ്രാഹ്മണനെ കാണിച്ചു. ബ്രാഹ്മണൻ എല്ലാം കണ്ട് ഭട്ടതിരിയെക്കുറിച്ച് വിസ്മയിച്ച് തൻ്റെ ഗൃഹത്തിൽ വന്ന് സുഖമായി വസിച്ചു. തൻ്റെ അധംപതന ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭട്ടതിരിയും ഇരുന്നു. ജാതകഫലം അനുഭവിക്കാതെ കഴിയുകയില്ലെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും കഴിയുന്നതും പരീക്ഷിക്കണമെന്ന് വിചാരിച്ച് ഭട്ടതിരി ഒരു ഉപായം നിശ്ചയിച്ചുകൊണ്ട് സ്വദേശം വിട്ട് പാഴൂർ വന്ന് താമസിച്ചു. തനിക്ക് അധംപതനം സംബന്ധിക്കുന്നതിനുള്ള യോഗമുള്ളതായ ആ ദിവസം രാവിലെ കുളിച്ച് നിത്യകർമാനുഷ്ഠാനികളും ഭക്ഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം സ്നേഹിതന്മാരോടുകൂടി തോണി കളിക്കാനായി പോയി. അന്ന് അഹോരാത്രം തോണിയിൽ തന്നെ കഴിച്ചുകൂട്ടണമെന്നായിരുന്നു ഭട്ടതിരിയുടെ ഉദ്ദേശം. പാഴൂർ പുഴയിലായിരുന്നു വഞ്ചിക്കളി. പകൽ മുഴുവൻ അങ്ങനെ പുഴയിൽ തന്നെ കഴിച്ചുകൂട്ടി. സന്ധ്യാസമയമായപ്പോൾ കരയ്ക്കെടുത്ത് കുളിച്ച് സന്ധ്യാവന്ദനാദി കഴിച്ച് വീണ്ടും എല്ലാവരും കൂടി വഞ്ചിയിൽ കയറി കളിക്കുവാൻ തുടങ്ങി. നല്ല നിലാവുള്ള കാലമായിരുന്നതിനാൽ യഥാത്കാലം ഒരു വിസ്മയം ഉണ്ടായിരുന്നില്ല. നേരം പാതിരാ കഴിഞ്ഞപ്പോൾ ആ വിധമൊക്കെ ഒന്ന് മാറി. അക്സ്മാൽ അതികഠിനമായ മഴക്കാറും കാറ്റും തുടങ്ങി. കാർമേഘങ്ങളാൽ ചന്ദ്രമണ്ഡലം അശേഷം മൂടപ്പെടുകയാൽ ചന്ദ്രകയില്ലാതെയായി എന്നു മാത്രമല്ല അതിഘോരമായ അന്ധകാരം ലോകമാസകലം നിറയുകയും ചെയ്തു. വഞ്ചിയിലിരിക്കുന്നവർക്ക് തന്നെ പരസ്പരം കാണുവാൻ വഴിയില്ലാതെയായി തീർന്നു. ഉടനെ അതികേമമായി മഴയും തുടങ്ങി. പുഴയിൽ ഒഴുക്കും ഓളവും തീർത്തു. ഉടനെ വഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് മുങ്ങുമെന്ന ദിക്കായി. മരണഭയം നിമിത്തം എല്ലാവർക്കും വല്ല പ്രകാരവും കരക്കെടുക്കണമെന്ന് തോന്നിയിരുന്നു. ഇരുട്ടുകൊണ്ട് കരയും കടവും കാണുവാനും പാടില്ല. ഒഴുക്കും ഓളവും കൊണ്ട് ഊന്നിയിലും തുഴഞ്ഞാലും വഞ്ചി നേരെ പോകുന്നുമില്ല. ആകപ്പാടെ വലിയ കുഴപ്പത്തിലായി തീർന്നു. എന്തിനേറെ പറയുന്നു, കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരുവിധം വഞ്ചി കരക്കടുപ്പിച്ചു. കരക്കിറങ്ങിയ ഉടനെ എല്ലാവരും നനഞ്ഞൊലിച്ച് കിടക്കുന്ന ഉറച്ചുകൊണ്ട് അടുക്കിലേക്ക് ഓരോ ഗ്രഹങ്ങളിലേക്ക് കയറിപ്പോയി. കൂട്ടുകാരെല്ലാം പിരിഞ്ഞു. ഭട്ടതിരി തനിച്ചായി. കാറ്റും മഴയും കൊണ്ട് തണുപ്പെട്ട് സഹിക്കാൻ വയ്യാതെ വിറച്ചുകൊണ്ട് അദ്ദേഹം ഇരുട്ടത്ത് ഇരിപ്പായി. തൽക്കാലമുണ്ടായ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് കാണപ്പെട്ടതായ ഒരു വീടിന്റെ തിണ്ണയിൽ അങ്ങനെ ചെന്ന് കയറി. മുണ്ടും മറ്റും പിഴഞ്ഞ് തുവർത്തി കുറച്ചു സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഒരു ഇടിമിന്നലുണ്ടായിരുന്നതിനാൽ ആ ഇറയത്ത് ഒരു കാറ്റും കണ്ടില്ല. അത്താഴം ഉണ്ണായിക്കൊണ്ടും വഞ്ചികളിൽ ഉണ്ടായ അധ്വാന നിമിത്തവും ഭട്ടതിരി വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ കിടന്ന ഉടനെ ഉറക്കമായി. ഭട്ടതിരി കിടന്ന ആ ഒരു കട്ടിലും പായയും വീട്ടുടമസ്ഥൻ്റെതായിരുന്നു. അവർ ഒരു മദ്യപാനായിരുന്നതിനാൽ ഭാര്യയോട് കലഹിച്ച് അന്ന് എവിടെയോ പോയിരുന്നതിനാലാണ് അത് ഒഴിവായിരുന്നത്. ഭട്ടതിരി ഉറക്കമായി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മഴ മാറി. മുമ്പിലത്തെ പോലെ നിലാവും തെളിഞ്ഞു. ആ സമയം ഒരു സ്ത്രീ പുരയുടെ വാതിൽ തുറന്ന് മൂത്രശങ്കയ്ക്കോ മറ്റോ പുറത്തിറങ്ങി. അപ്പോൾ കട്ടിലിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. അത് തൻ്റെ ഭർത്താവാണെന്നും തരികെ വന്നപ്പോൾ രാത്രി അധികമായതിനാൽ വിളിക്കേണ്ടെന്ന് വിചാരിച്ച് കയറിക്കിടന്നതാണെന്നും വിചാരിച്ച് ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി കിടന്നു. സ്ത്രീ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. നനഞ്ഞു ബുദ്ധിമുട്ടി ഈർനോടുകൂടി പുതയ്ക്കാനൊന്നുമില്ലാതെ വിറച്ചുകൊണ്ട് കിടന്നിരുന്ന ഭട്ടതിരിക്ക് ഇവളുടെ സഹശയനം ഏറ്റവും സുഖകരമായി ഭവിച്ചു. തത്കാലം തൻ്റെ നിശ്ചയങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മയുണ്ടാകുന്നുമില്ല. കിം ബഹുന ഭട്ടതിരി തൽക്കാലത്തേക്ക് ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. പ്രായസമാജന വിപത്താകിലോ യാബി പുലംസരാ മലിന ഭവന്തി എന്നുണ്ടല്ലോ. സുഖാനുഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭട്ടതിരി നക്ഷത്രം നോക്കി സമയം അറിയിച്ചിട്ട് ആ സ്ത്രീയോട് നീ ആരാണ്, നിന്റെ ജാതി എന്താണ് എന്നൊക്കെ ചോദിച്ചു.
ശബ്ദം കേട്ടപ്പോൾ ആൾ മാറിയെന്ന് അവൾക്ക് മനസ്സിലായി. ഉടനെ പരിഭ്രമിച്ചെണീറ്റ് വന്നിച്ച് അടുക്കൽ നിന്നുകൊണ്ട് ലജ്ജാവ മുഖ്രനായി നിന്നു. അവൾ പറഞ്ഞു, അടിയൻ കണിയാട്ടിയാണ്. ആളറിയാതെ ചെയ്തു പോയ അപരാധത്തെ തിരുമയായി ക്ഷമിക്കണം. ഇത് കേട്ടപ്പോഴേ ഭട്ടതിരിക്ക് തന്റെ സ്ഥിതിയെക്കുറിച്ച് ഓർമ്മ വന്നോളൂ. ലിഖിതം അഭിലാലടാ പ്രോത്സിതം കർമ്മസക്തം എന്ന് വിചാരിച്ച് ധൈര്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ആട്ടെ, നീ ഇതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കുകയും വ്യസനിക്കുകയും വേണ്ട. ഇതൊരു ഈശ്വര വിധിയാണ്. നീ ഇപ്പോൾ എങ്കിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നു. അതിയോഗ്യനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും. അവൻ നിമിത്തം നിനക്കും നിന്റെ കുടുംബത്തിനും ഏറ്റവും അഭ്യുതവും സിദ്ധിക്കും. ഇതാ അരുണോദയമായിരിക്കുന്നു. ഞാനിനി ഇവിടെ താമസിക്കുന്നില്ല. ഈശ്വരച്ചയുണ്ടെങ്കിൽ ഇനി ഒരു കാലത്ത് ഞാൻ ഇവിടെ വന്ന് കണ്ടുകൊള്ളാം എന്നും താൻ ആരാണെന്നുള്ള വിവരവും പറഞ്ഞതിന് ശേഷം വെളുപ്പാൻ കാലത്ത് തന്നെ ഭട്ടതിരി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശ്രീകാശി മുതലായ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുക്കൽ പാണ്ഡ്യരാജ്യത്ത് തിരിഞ്ഞു. പിന്നെ കുറച്ചു നേരം കാലം അവിടെ താമസിക്കുകയും അവിടെ ഒരു ശൂദ്ര സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനെ അദ്ദേഹം തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വിശേഷിച്ച് ജ്യോതിശാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തു. ആ പുത്രനാണ് പ്രസിദ്ധനായ ഉള്ളമടയാൻ എന്ന് ചിലർ പറയുന്നു. ഉള്ളമടയാൻ ഭട്ടതിരിയുടെ പുത്രനല്ല, ശിഷ്യനാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഏതെങ്കിലും ഭട്ടതിരി വളരെ കാലം പരദേശങ്ങളിൽ താമസിച്ചതിന് ശേഷം കാശിവാസിയുടെ വേഷമായിട്ട് തന്നെ സ്വദേശത്തേക്ക് പുറപ്പെട്ടു. ഭട്ടതിരിയിൽ നിന്ന് ഗർഭം ധരിച്ച കണിയാട്ടി 10 മാസം കഴിഞ്ഞപ്പോൾ ഗർഭം പൂർണ്ണമായി. ഏറ്റവും തേജോമയനും കോമളനുമായ ഒരു പുത്രനെ പ്രസവിച്ചു. യഥാകാലം ആ ബാലനെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവന്റെ ബുദ്ധി സാമർഥ്യത്താൽ അവനൊരു നല്ല വിദ്വാനും ജ്യോത്സ്യനുമായി തീരുകയും ചെയ്തു. ജാതകമെഴുത്ത്, പ്രശ്നം പറകം മുതലായവർ അവൻ ഏകദേശം ഭട്ടതിരിയോട് തുല്യനായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു നമ്പൂരി താൻ വിവാഹം ചെയ്തിരിക്കുന്ന അന്തർജനത്തിന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ യഥാശിക കണിയാരെ കാണുന്നതിനായി സംജ്ഞതിയായി. അപ്പോൾ അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയോ പെണ്ണോ എന്ന് ചോദിച്ചു. ഉടനെ കണിയാൻ സ്ത്രീ പ്രജയാണെന്നും താമസിയാതെ ജാതകം എഴുതി തരാമെന്നും പറഞ്ഞു. അപ്രകാരം ഒരു സ്ത്രീ ജാതകം എഴുതി കൊടുക്കുകയും ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് അന്തർജനം പ്രസവിക്കുകയും പെൺകുട്ടി തന്നെ ആയിരിക്കുകയും ചെയ്തതിനാൽ നമ്പൂരിക്ക് നല്ല വിശ്വാസമായി. പിന്നെയും അന്തർജനത്തിന് ഗർഭമുണ്ടാകുന്ന സമയമൊക്കെ കണിയാരെ കണ്ട് പറയുകയും പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കണിയാർ ജാതകം എഴുതി കൊടുക്കുകയും എല്ലാം ഒത്തുവരികയും ചെയ്തു. അങ്ങനെ നമ്പൂരിക്ക് 9 പെൺകിടാങ്ങളുണ്ടായി. അത്യന്തം ദരിദ്രനായ നമ്പൂരിക്ക് 9 പെൺകിടാങ്ങൾ അടുപ്പിച്ചുണ്ടാകുകയും ഒരു പുത്രൻ പോലും ഉണ്ടാകാതിരിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു വ്യസമം ഇത്രമാത്രമാണെന്ന് എങ്ങനെ പറയുന്നു? 10ാമത് അന്തർജനത്തിന് ഗർഭമായപ്പോൾ കണിയാരെ പോയി കണ്ട് വിവരം പറഞ്ഞു. അതും സ്ത്രീ പ്രജ തന്നെയാണെന്ന് പറഞ്ഞുകയായിരുന്നു. അദ്ദേഹം ജാതകം എഴുതി കൊടുക്കുകയും ചെയ്തു. കണിയാർ പറഞ്ഞാൽ പിന്നെ കടുകിടയ്ക്ക് വ്യത്യാസം വരികയില്ലെന്ന് നിശ്ചയമുള്ളതിനാൽ നമ്പൂരിക്ക് വ്യസനം സഹിക്കാൻ വയ്യാതെയായി തീർന്നു. ഇപ്രകാരം ഇരിക്കുന്ന കാലത്ത് യഥാചയ ഒരു വഴിപോക്കൻ നമ്പൂരിയുടെ ഇല്ലത്ത് വന്നു. ആ വഴിപോക്കൻ തൈക്കോക്കോട്ടുശ്ശേരിയിൽ തൈക്കോക്കോട്ട് നമ്പൂരിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹം എവിടെയോ പോയി വരും വഴി ഊണ് കഴിച്ച് പോകുവാനായി അവിടെ കയറിയതാണ്. വഴിപോക്കൻ നമ്പൂരിയെ കണ്ടയുടനെ ഗൃഹസ്ഥൻ നമ്പൂരി യഥായോഗ്യം ആദരിച്ച് വേഗത്തിൽ കുളിച്ചഴിച്ചു വരാമെന്ന് പറഞ്ഞു. ദാരിദ്ര്യം അതികലശമായിരുന്നുണ്ടെങ്കിലും ആ ഗൃഹസ്ഥൻ നമ്പൂതിരി ഏറ്റവും ഔദാര്യമുള്ള ആളായിരുന്നു. വഴിപോക്കൻ നമ്പൂതിരി കുളിയും ദേവാരവും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു. രണ്ടുപേരും ഊണ് കഴിഞ്ഞ് പുറത്തള്ളത്തിൽ പോയി മുറുക്കി വർത്തമാനവും പറഞ്ഞിരിക്കുമ്പോൾ ഗൃഹസ്ഥൻ നമ്പൂതിരി തന്റെ കഷ്ടവാസ്തകളെല്ലാം വഴിപോക്കൻ നമ്പൂതിരിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ വഴിപോക്കൻ നമ്പൂരി, ആട്ടെ, ഇപ്പോൾ ആകയിലേക്ക് ഗർഭം എത്ര മാസമായി എന്ന് ചോദിച്ചു. നാള് പോയിട്ട് 1 മാസം കഴിഞ്ഞു എന്ന് ഗൃഹസ്ഥൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നാൽ ഈ പ്രാവശ്യത്തേത് ഒരു ഉണ്ണി ആകരുതെന്നൊന്നുമില്ല. എനിക്കും ഒരു 40 ദിവസം ചെലവിന് തന്ന് ഇവിടെ താമസിക്കാമെങ്കിൽ ഈ പ്രാവശ്യം പുരുഷപ്രജയെ പ്രസവിച്ചേക്കാം. അപ്പോൾ ഗൃഹസ്ഥൻ സ്ത്രീപ്രജ എന്ന് കണിയാൻ ജാതകം എഴുതിയിരിക്കുന്ന സ്ഥിതിക്ക് അത് മറച്ചു വരാൻ പ്രയാസമാണ്. കണിയാൻ സാമാന്യക്കാരനല്ല എന്ന് പറഞ്ഞു. ആട്ടെ, അതൊക്കെ ശരി തന്നെ. എനിക്ക് 40 ദിവസം ഭക്ഷണം തന്ന് ഇവിടെ താമസിപ്പിക്കാമോ? എന്നാൽ കണിയാനല്ല, ബ്രഹ്മാവ് തന്നെ പറഞ്ഞാലും ഞാൻ നിവൃത്തി ഉണ്ടാക്കിത്തരാം. ഇങ്ങനെ വഴിപോക്കൻ ഉറപ്പിച്ച് വീണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെ ആവാമെന്ന് ഗൃഹസ്ഥൻ വിചാരിച്ചു. അതിന്റെ ശേഷം വഴിപോക്കൻ നമ്പൂതിരി 40 ദിവസം അവിടെ താമസിച്ച് അന്തർജനത്തിന്റെ നെയ്യ് ജപിച്ചു കൊടുത്തു. പ്രസവ ദിവസം ഞാനും വരാം, കണിയാനെന്നും വരുത്തണം. ആര് പറഞ്ഞാണ് ഒക്കുന്നതെന്നറിയാമല്ലോ. അന്തർജനത്തിന്റെ പ്രസവ ദിവസം നേരത്തെ ആ നമ്പൂരി വീണ്ടും വന്നു ചേർന്നു. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന വിവരവും അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ളതും ഒന്നും കണിയാനോട് പറയരുതെന്നും അദ്ദേഹം പുറത്തിറങ്ങാതെ പുറത്താളത്തിലിരുന്നു. കണിയാൻ വിവരമൊന്നും അറിയാതെ പഠിക്കലും വന്നിരുന്നു.
അപ്പോൾ യഥാശ്യ ഒരു കാശിവാസിയും അവിടെ വന്ന് മുറ്റത്തിരുന്നു. ഉടനെ അന്തർജനത്തിനോട് പ്രസവ വേദനയും ആരംഭിച്ചു. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂതിരി കണിയാനോട്, എന്താ കണിയാരെ, പെണ്ണ് തന്നെയാണോ എന്നല്ലേ എന്ന് ചോദിച്ചു. അടിയൻ എഴുതിയിട്ടുള്ള ജാതകമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനു സംശയിക്കുന്നു, അങ്ങനെ തന്നെയാണ് ഇതും എന്ന് കണിയാൻ പറഞ്ഞപ്പോൾ കാശിവാസി, ഇതുവരെ തെറ്റിയിട്ടില്ലെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് തെറ്റിപ്പോയി. അന്തർജനം പ്രസവിക്കുന്നത് ആൺകുട്ടിയാണ്, സംശയമില്ല എന്ന് പറഞ്ഞു. ഒരു നാളും അങ്ങനെ വരുന്നില്ലെന്നും കണിയാൻ വാദിച്ചു. ഇങ്ങനെ അവർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പശുവിന് പ്രസവവേദന തുടങ്ങി, പ്രസവിക്കാനുള്ള ഭാവവുമായി. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂതിരി, ആട്ടക്കണിയാരെ, എന്നാൽ ഈ പശു പ്രസവിക്കുന്ന കിടാവ് എന്തായിരിക്കുമെന്ന് ചോദിച്ചു. ഉടനെ കണിയാർ, കാളക്കിടാവാണ്, നെറ്റിയിൽ ചാർത്തുമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കാശിവാസി, നെറ്റിയിൽ ചാർത്തില്ല, വാലിൽ കൊടിയാണ് എന്ന് പറഞ്ഞു. ആട് നമുക്കിപ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പശു പ്രസവിച്ചു. കിടാവ് കാള തന്നെയായിരുന്നു, എങ്കിലും കാശിവാസി പറഞ്ഞതുപോലെ വാലിൽ കൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കണിയാരുടെ മനസ്സിൽ കുറച്ച് ലജ്ജയും വിസ്മയവും കാശിവാസിയെക്കുറിച്ച് ബഹുമാനവും അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയായി തീർന്നേക്കുമോ എന്നുള്ള വിചാരവും എല്ലാം കൂടി വലിയ പരിഭ്രമമായി. ഉടനെ അന്തർജനവും പ്രസവിച്ചു. ഉണ്ണിയായിരുന്നതിനാൽ കണിയാരുടെ മനോവികാരങ്ങൾ ദ്വിഗണീഭവിച്ചു. താൻ ശാസ്ത്രോപകാരം പറഞ്ഞ് എങ്ങനെ തെറ്റിയെന്ന് വിചാരിച്ച് കാശിവാസിയോട് ചോദിച്ചു, ഹേ മഹാത്മാവേ, ഇതെന്താണ് ഇങ്ങനെ വന്നത്? ഞാൻ ശാസ്ത്രോപകാരമാണല്ലോ 2 സംഗതികൾ പറഞ്ഞത്, അത് രണ്ടും തെറ്റിപ്പോയല്ലോ. ആ കിടാവിന് നെറ്റിയിൽ ചാർത്തില്ലാതാനും ഇവിടെ പുരുഷപ്രത ജനിക്കുകയും ചെയ്തു. ശാസ്ത്രം അബദ്ധമാണെന്ന് വരുമോ? ഇത് കേട്ടപ്പോൾ കാശിവാസി പറഞ്ഞു, ശാസ്ത്രം അബദ്ധമെന്ന് ഒരിക്കലും വരുന്നില്ല. ശാസ്ത്രം ഗ്രഹിച്ചിരുന്നാലും സംയുക്തമായി ആലോചിക്കാതെയും മറ്റും പറഞ്ഞാൽ ഇങ്ങനെ തെറ്റിപ്പോകാമെന്നേ ഉള്ളൂ. ഇത് രണ്ടും നിന്റെ വിചാരക്കുറവ് നിമിത്തം തെറ്റിയതാണ്. ഉടനെ കണിയാൻ ഇതിന്റെ കാരണവും വ്യക്തമായി പറഞ്ഞു കേട്ടാൽ കൊള്ളാമെന്ന് അപേക്ഷിക്കുകയാൽ കാശിവാസി വീണ്ടും പറഞ്ഞു, ഗർഭമുണ്ടായി 3 മാസം കഴിയുന്നതിന് മുമ്പ് വിചാരിച്ചാൽ പ്രജയെ സ്ത്രീയോ പുരുഷനോ ഏതെങ്കിലും ഇഷ്ടം പോലെ ആക്കി തീർക്കുന്നതിന് ബ്രാഹ്മണർക്ക് ശക്തിയുണ്ട്. അതവരുടെ വേദത്തിന്റെ മാഹാത്മ്യമാണ്. അതിനാൽ ഗർഭം 3 മാസം ആകാതെ ജാതകം എഴുതി കൊടുക്കരുത്. ഇവിടെ ഇപ്രകാരം ആക്കി തീർന്നയാൾ ഇപ്പോൾ അകത്തിരിക്കുന്നുണ്ട്. നീ ഇതിനെക്കുറിച്ചൊന്നും വിചാരിക്കാതെ ആദ്യം ജാതകം ഗണിച്ചപ്പോൾ കണ്ട ലക്ഷണം വിചാരിച്ചു തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. തത്കാല സ്ഥിതിയെക്കുറിച്ച് വിചാരിക്കാത്തതിനാൽ ഇങ്ങനെ തെറ്റിപ്പോയതാണ്. പിന്നെ ആ കിടാവ് ഗർഭത്തിൽ കിടന്നിരുന്നപ്പോൾ അതിന്റെ വാല് വളഞ്ഞ് നെറ്റിയിലേക്ക് ഇരുന്നതിനാലാണ് നെറ്റിയിൽ ചാർത്തുണ്ടെന്ന് നിനക്ക് തോന്നിയത്. ഇതിലും ആലോചനക്കുറവ് തന്നെ. കുറച്ചുകൂടെ മനസ്സിരുത്തി ആലോചിച്ചിരുന്നുവെങ്കിൽ നിനക്കും ഇതൊക്കെ അറിയാമായിരുന്നു. ഇപ്രകാരം കാശിവാസിയുടെ വാക്ക് കേട്ടപ്പോൾ ഇദ്ദേഹം തന്റെ അച്ഛനായ തലക്കുളത്തൂർ ഭട്ടതിരിയാണെന്നായിരിക്കുമോ എന്ന സംശയം അങ്ങനെ അവർക്ക് തോന്നുകയാൽ കണിയാൻ വിവരം ചോദിക്കുകയും അദ്ദേഹം അതിനെ സമ്മതിച്ചു തന്റെ വാസ്തവം പറയുകയും ചെയ്തു. ഭട്ടതിരിയെക്കുറിച്ച് പലരും വിശേഷിച്ച് തന്റെ അമ്മയും പറഞ്ഞ് കണിയാൻ നല്ലതുപോലെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കാശിവാസിയാന്നറിഞ്ഞപ്പോൾ കണിയാൻ പാദത്തെങ്കിൽ വീണ് നമസ്കരിച്ചു. അവരുടെ പിതൃപുത്ര സമ്പത്തെ പരസ്പരം അറിഞ്ഞതിന്റെ ശേഷം 2 പേരും കൂടി കണിയാന്റെ ഗൃഹത്തിലേക്ക് പോയി. ഈ സംഗതിയും ഉണ്ടായിട്ട് മൂവാറ്റുപുഴ താലൂക്കിൽ പിറവത്ത് പുളിമറ്റത്തൂർ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ചാണെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ അവർ 2 പേരും കൂടി പോകുമ്പോൾ വഴിയിൽ വെച്ച് കണിയാൻ, ഇന്ന് നമുക്ക് പാൽപായസം കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ കാശിവാസി, പാൽപായസമാണെങ്കിലും കരിഞ്ഞതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അവർക്കൊരു നമ്പൂതിരി കുറെ പാൽപായസം കൊടുക്കുകയും അത് കരിഞ്ഞതായിരിക്കുകയും ചെയ്തു. അപ്പോൾ കണിയാൻ, ഇതെന്താണ് ഇന്ന് ഞാൻ പറയുന്നതൊന്നും ശരിയാകാത്തത്? ഞാനെല്ലാം ശാസ്ത്രപ്രകാരം ലക്ഷണം നോക്കിയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ കാശിവാസി, ലക്ഷണം പറയുന്നതിന് ശാസ്ത്രം ഗ്രഹിച്ചാൽ മാത്രം മതിയാവുകയില്ല. ഓരോന്നിനെക്കുറിച്ച് സൂക്ഷ്മമായും പൂർണ്ണമായും ആലോചിച്ചും ഗ്രഹിച്ചും യുക്തിയോടും കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. പിന്നെ അദ്ദേഹം ഓരോ സംഗതിയെക്കുറിച്ചും വിവരിച്ച് കണിയാർക്ക് മനസ്സിലാക്കി കൊടുത്തു. നമ്പൂരി ആദ്യം വന്ന് അന്തർജനത്തിന് ഗർഭമുണ്ടെന്ന് പറഞ്ഞ ലക്ഷണം കൊണ്ട് അതൊരു സ്ത്രീ പ്രജയാണെന്ന് വിചാരിക്കാനല്ലാതെ മാർഗമില്ലായിരുന്നു. പിന്നീട് ഒരു ബ്രാഹ്മണൻ ആ അന്തർജനത്തിന് ഏതോ ജപിച്ചു കൊടുത്ത് ആ പ്രജയെ പുരുഷനാക്കി എടുത്തതാണ്. നീ ആദ്യത്തെ ലക്ഷണത്തെ മാത്രം അടിസ്ഥാനമാക്കിയും പിന്നീട് നടന്ന സംഭവത്തെക്കുറിച്ച് വിചാരിക്കാതെയും പറഞ്ഞതിനാണ് അത് തെറ്റിപ്പോയത്. ആ കാളക്കിടാവ് പശുവിന്റെ വയറ്റിൽ കിടന്നപ്പോൾ അതിന്റെ വാൽ ഉളഞ്ഞ് നെറ്റിയിലിരിക്കുന്നതിനാലാണ് നെറ്റിയിൽ ചാർത്താണെന്ന് നിനക്ക് തോന്നിയത്. ആലോചനയും യുക്തിയും പോരാതെ പോയതിനാണ് നിനക്കത് തെറ്റിയത്. ഇത്രയും കാശിവാസി പറഞ്ഞപ്പോൾ പാൽപായസം കരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിഞ്ഞ് എന്ന് ചോദിച്ചു. അപ്പോൾ കാശിവാസി, പാൽപായസം കിട്ടുമെന്ന് നീ എങ്ങനെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചു. ഉടനെ കണിയാർ, നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മുടെ വലതുവശത്തായി ഒരു ചക്രവാക മിഥുനം വന്ന് ഒരു പാലുള്ള വൃക്ഷത്തിന്മേൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ കാശിവാസി, ആ ചക്രവാത മിഥുനം ഒരു ഉണങ്ങിയ കൊമ്പിന്മേലാണ് വന്നിരുന്നത്. അതിനാണ് പാൽപായസം കരിഞ്ഞതായിരിക്കുമെന്ന് ഞാൻ നിശ്ചയിച്ചത്.
ഇങ്ങനെ ഓരോ സംഗതിയുടെയും സൂക്ഷ്മം നോക്കി അറിഞ്ഞിട്ട് വേണം ഒരു ലക്ഷണം പറയാൻ. കാശിവാസി അല്ലെങ്കിൽ ഭട്ടതിരി പറഞ്ഞതിനെ എല്ലാം കണിയാർ സമ്മതിക്കുകയും പിന്നീട് കണിയാരും ഓരോന്നും സൂക്ഷ്മരെ നോക്കിയും ആലോചിച്ചും പറഞ്ഞു തുടങ്ങുകയും എല്ലാം ശരിയായി വന്നു ചേരുകയും ചെയ്തു. പിന്നെ ജീവവാസാനം വരെ ഭട്ടതിരി ആ കണിയാന്റെ പടിപ്പുരയിൽ തന്നെ താമസിക്കുകയും ജ്യോതിശാസ്ത്ര സംബന്ധമായി അനേകം സംഗതികൾ തൻ്റെ പ്രിയപുത്രന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. താൻ മരിച്ചാൽ ശവം പടിപ്പുരയിൽ തന്നെ സ്ഥാപിച്ചു കൊള്ളാമെന്നും ആ സ്ഥലത്ത് നിന്ന് പ്രശ്നം വെച്ച് പറയുന്നതെല്ലാം സൂക്ഷ്മമായിരിക്കുമെന്നും ഭട്ടതിരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത്രേ. അതിനുശേഷം അവിടെ ഇരുന്നതല്ലാതെ പ്രശ്നം വയ്ക്കുകയില്ലെന്ന് ഏർപ്പാട് വെച്ചു. ഇതിനാലാണ് പാഴൂർ പടിപ്പുര പ്രശ്നത്തിലെ വിശേഷവും പ്രസിദ്ധിയും ഉണ്ടായിരുന്നത്. ഈ പടിപ്പുര കൂടാതെ അവിടെ വേറെയും പടിപ്പുരയുണ്ട്. അതിനും മാഹാത്മ്യം ഉണ്ടാകുന്നതിന് വേറെ കാരണമുണ്ട്. അത് താഴെ പറയുന്നു. പാഴൂർ കണിയാരുടെ അവിടുത്തെ പടിപ്പുര 3 ഉണ്ട്. അവയിൽ ഒന്ന് കണിയാരുടെ വാസഗ്രഹത്തിന് തെക്കുവശത്ത് നദീതീരത്താണ്. അവിടെ വെച്ചാണ് ഭട്ടതിരിയും കണിയാട്ടിയാരും കൂടി സഹശൈന്യമുണ്ടായത്. ആ അത്ഭുത സംഗതിയുടെ സ്മാരകമായിട്ട് ആ സ്ഥലം ഇപ്പോഴും കെട്ടിസൂക്ഷിച്ചിട്ടിരിക്കുന്നു. പിന്നീടുള്ളത് 2 പടിപ്പുരകളാണ്. അവയിൽ പടിഞ്ഞാറോട്ടുള്ള പടിപ്പുരയിലാണ് ഭട്ടതിരിയുടെ മൃതശരീരം സ്ഥാപിച്ചിട്ടുള്ളത്. കണിയാർ അവിടെ ഇരുന്നാണ് ഇന്നും രാശി വയ്ക്കുകയും ഒഴിവ് കാണുകയും ചെയ്യുന്നത്. പ്രസിദ്ധമായ പടിപ്പുരയും അതുതന്നെയാണ്. പ്രശ്നത്തിന്റെ ഫലം പറയുന്നതിന് ആ പടിപ്പുരയിലും അതിൻ്റെ കിഴക്കുവശത്തുള്ള പടിപ്പുരയിലും ഇരിക്കാറുണ്ട്. സാക്ഷാൽ പടിപ്പുരയുടെ കിഴക്കുവശത്തുള്ള പടിപ്പുരയും മാഹാത്മ്യം ഒട്ടും കുറവില്ല. ആ പടിപ്പുരയ്ക്ക് മാഹാത്മ്യമുണ്ടതിൻ്റെ കാരണമാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ഭട്ടതിരിയുടെ അനുഗ്രഹവും മാഹാത്മ്യവും കൊണ്ട് ശാസ്ത്രജ്ഞം കൊണ്ട് പാഴൂർ കണിയാൻ ഏറ്റവും പ്രസിദ്ധനായി തീർന്നു. അവനെ ഒന്ന് പറ്റിക്കണമെന്ന് നിശ്ചയിച്ച് ബുധശുക്രന്മാർ ബ്രാഹ്മണ വേഷം ധരിച്ച് കണിയാരുടെ അടുക്കൽ ചെന്നു. അവർ ചെന്നിരുന്ന് ആ കിഴക്കേയറ്റത്തുള്ള പടിപ്പുരയിലാണ്. 2 ബ്രാഹ്മണർ തന്നെ കാണുവാനായി വന്നിരിക്കുന്നുവെന്ന് കേട്ടയുടനെ കണിയാർ പടിപ്പുരയ്ക്കൽ ചെന്ന് ആദരപൂർവ്വം വന്നിച്ച് ആഗമന കാരണത്തെ ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ, ഇപ്പോൾ ബുധശുക്രന്മാർ ഏത് രാശിയിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. ഉടനെ കണിയാർ പഞ്ചാംഗം എടുത്ത് നോക്കി. ഇന്നിന്ന രാശികളാണെന്ന് പറഞ്ഞു. ബ്രാഹ്മണർ പറഞ്ഞു, അതുകൊണ്ട് മതിയായില്ല. ഗ്രഹങ്ങളെ ഗണിക്കുവാനും മറ്റും ഞങ്ങളെ കുറേശ്ശെ വശമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഗണിച്ചിട്ട് അങ്ങനെയല്ല കണ്ടത്. അതിനാൽ കണിയാർ ഒന്ന് ഗണിച്ചു നോക്കി തന്നെ പറയണം. കണിയാർ ഗണിച്ചു നോക്കി. ഗണിച്ചു നോക്കുമെന്ന് മാത്രമല്ല, ഈ പഞ്ചാംഗം മടിയൻ സൂക്ഷ്മമായി ഗണിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ പഞ്ചാംഗം അത്ര സൂക്ഷ്മമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കണിയാർ ഒന്നുകൂടി ഗണിച്ചു നോക്കി തന്നെ പറയണം. ഇങ്ങനെ ബ്രാഹ്മണർ നിർബന്ധിച്ചതിനാൽ കണിയാർ ബുധശുക്രന്മാരെ ഗണിച്ചു നോക്കി. അപ്പോൾ പഞ്ചാംഗത്തിലുള്ളതുപോലെ അല്ല കണ്ടത്. ഉടനെ ബ്രാഹ്മണർ, പഞ്ചാംഗം ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സമ്മതമായില്ലേ? എന്നാൽ ഇപ്പോൾ ഗണിച്ചതും നല്ല ശരിയാണെന്നും തോന്നുന്നില്ല അല്ലേ? കണിയാർ വീണ്ടും ഗണിക്കുവാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണർ മുമ്പിലിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിയിരുന്നു. കണിയാർ രണ്ടാമത് ഗണിച്ചപ്പോൾ പഞ്ചാംഗത്തിലുള്ളതുപോലെയും ആദ്യം ഗണിച്ചതുപോലെയും അല്ല കണ്ടത്. അപ്പോൾ ബ്രാഹ്മണർ, ഇതും ശരിയായില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി ഗണിക്കണം. ഇങ്ങനെ കണിയാർ പല പ്രാവശ്യം ഗണിക്കുകയും ഗണിക്കാൻ തുടങ്ങുമ്പോൾ ബ്രാഹ്മണൻ മാറി മാറി ഇരിക്കുകയാൽ ബുധശുക്രന്മാരുടെ സ്ഥിതി മാറി മാറി കാണുകയും ചെയ്തു. ഇപ്രകാരം അനേകം തവണയായപ്പോൾ ഈ വന്നിരിക്കുന്നവർ കേവലം ബ്രാഹ്മണരല്ലെന്നും ബുധശുക്രന്മാർ തന്നെയാണെന്നും തന്നെ പരീക്ഷിക്കുവാനായി വേഷം മാറി വന്നിരിക്കുകയാണെന്നും മനസ്സിലാക്കിയ കണിയാൻ, അടിയൻ ഒരു ഗ്രന്ഥം ഒന്ന് നോക്കുവാനുണ്ട്, അത് നോക്കി ഗണിച്ചാൽ ഒരിക്കലും തെറ്റില്ല എന്ന് പറഞ്ഞു. അത് വിശേഷിക്കപ്പെട്ട ഗണിതശാസ്ത്രമാണ്. അകത്ത് ചെന്ന് അതുകൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഗണിക്കാം. അതുവരെ തമ്പുരാക്കന്മാർ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്ന് ബ്രാഹ്മണർ സമ്മതിച്ചപ്പോൾ വീണ്ടും കണിയാർ, അങ്ങനെ കൽപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇതിനെ തീർച്ചയാക്കാതെ എഴുന്നള്ളിക്കളഞ്ഞെങ്കിൽ അടിയന് വലിയ കുറച്ചിലായിട്ട് തീരും. അതിനാൽ തിരിച്ചു വന്നവനല്ലാതെ എഴുന്നള്ളുകയില്ലെന്ന് സത്യം ചെയ്യണം. അപ്രകാരം ബ്രാഹ്മണൻ സത്യം ചെയ്യുകയും കണിയാൻ അകത്തു ചെന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കണിയാൻ തിരിച്ചു വരാതെ പോകുവാൻ പാടില്ലാത്തതിനാൽ ബുധശുക്രന്മാർ ആ പടിപ്പുരയിൽ തന്നെ ലയിക്കുകയും ചെയ്തു. അതിനാൽ ആ പടിപ്പുരയിൽ ബുധശുക്രന്മാരുടെ സാന്നിധ്യം ഇന്നുണ്ടെന്നാണ് വിശ്വാസം. ഇപ്രകാരമാണ് ആ പടിപ്പുരയ്ക്ക് മാഹാത്മ്യം സിദ്ധിച്ചത്. ഇതോടുകൂടി അധ്യായം 7 തീർന്നിരിക്കുന്നു. ഇനി അധ്യായം 8 വില്വാമംഗലത്ത് സ്വാമിയാർ തുടരും.